നമസ്കാരം. MSC കപ്പൽ കമ്പനിയുടെ 13,000 കോടി നിക്ഷേപം വിഴിഞ്ഞം തുറമുഖ വികസനത്തിന് മാത്രമേ ഉപയോഗിക്കാവൂ എന്നതായിരിക്കും അദാനിയുമായുള്ള അനുബന്ധ കരാറിൽ വി ഡി സതീശൻ സർക്കാരിന്റെ മുഖ്യ വ്യവസ്ഥ. എല്ലാ കപ്പലുകൾക്കും വരാനുള്ള തുറമുഖമായി വിഴിഞ്ഞം നിർത്തണമെന്നതാവും മറ്റൊരു കരാർ. MSC കമ്പനിക്ക് കുത്തക ഉണ്ടാവില്ലെന്ന് ഉറപ്പാക്കാനാണിത്. അദാനിയും ഇത് അംഗീകരിക്കുന്നതോടെ ഓഹരി ഇടപാടിന് സർക്കാർ അനുമതി നൽകും. നിക്ഷേപ തുക പൂർണ്ണമായും തുറമുഖത്തിന്റെ അടുത്ത ഘട്ട വികസനത്തിന് ഉപയോഗിക്കുമെന്ന് ഇതിലൂടെ ഉറപ്പാക്കാം. ഇനിയുള്ള 3 ഘട്ടങ്ങൾക്ക് 19,000 കോടി മുടക്കേണ്ടത് അദാനി മാത്രമാണ്. ഇതിനുള്ള പണം കണ്ടെത്താൻ വായ്പ എടുക്കുന്നതിന് പകരമായാണ് ഓഹരി കൈമാറുന്നതെന്നാണ് അദാനി വിശദീകരിക്കുന്നത്. MSCക്കോ അവരുടെ അനുബന്ധ സ്ഥാപനങ്ങൾക്കോ മാത്രമായി പ്രത്യേക ബെർത്ത് അവകാശങ്ങൾ ഉണ്ടാകില്ല. തുറമുഖത്തെ ഓപ്പൺ ആക്സസ് പോർട്ടായി നിലനിർത്താനാകും. ഇനി നിർമ്മിക്കുന്നതിലെ ഒരു ടെർമിനൽ MSCക്ക് മാത്രമായി വേണമെങ്കിൽ നൽകുന്നതും കരാറിൽ പരിഗണിച്ചേക്കും. അതുപോലെ പ്രവർത്തനവും ഫണ്ട് വിനിയോഗവും സുഗമമാക്കാൻ അദാനി രൂപീകരിച്ചതാണ് അദാനി വിഴിഞ്ഞം തുറമുഖ കമ്പനി. തുറമുഖത്തെ എല്ലാ നിക്ഷേപവും ഇടപാടുകളും നടത്തുന്നത് അദാനിയുടെ കമ്പനിയുടെ അക്കൗണ്ടിലൂടെയാണ്. സർക്കാരിന് ഓഡിറ്റ് ചെയ്യാനാവുന്നതാണ് ഇതിലെ ഇടപാടുകൾ. ഇതിലേക്കാണ് MSCയുടെ 13,000 കോടി നിക്ഷേപം എത്തുന്നത്. അദാനി വിഴിഞ്ഞം തുറമുഖ കമ്പനിയിൽ ഏറ്റവും കുറഞ്ഞത് 26% ഓഹരി അദാനിക്ക് ഉണ്ടാവണമെന്നതാണ് നിലവിലെ കരാർ അവന്റെ വ്യവസ്ഥ. 74% ഓഹരി കൈമാറ്റം ചെയ്യാമെന്നർത്ഥം. നിലവിൽ 49% MSC കമ്പനിക്ക് കൈമാറുന്നത്. സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ളതാണ് വിഴിഞ്ഞം തുറമുഖം. അദാനിയുമായി പൊതു സ്വകാര്യ പങ്കാളിത്തം ഉണ്ടാക്കിയിട്ടുണ്ട്. തുറമുഖത്തിന്റെ നിർമ്മാണം, വികസനം, നടത്തിപ്പ് എന്നിവയെല്ലാം അദാനിയുടെ ചുമതലയാണ്. ഡിസൈൻ, ബിൽഡ്, ഫിനാൻസ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ മാതൃകയാണ് ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത്. 40 വർഷം നടത്തിപ്പ് അവകാശവുമുണ്ട്. അതിനുശേഷം സർക്കാരിനും അദാനിക്കും താല്പര്യമുണ്ടെങ്കിൽ 20 വർഷം കൂടി നീട്ടാമെന്നതാണ് നിലവിലുള്ള കരാർ. സാങ്കേതികമായി കേരള മാരിടൈം ബോർഡാണ് തുറമുഖത്തിന്റെ ഉടമസ്ഥൻ. തുറമുഖത്തിന്റെ നിർമ്മാണ മേൽനോട്ടത്തിനും റോഡ്, റെയിൽ കണക്ടിവിറ്റി അടക്കം സജ്ജമാക്കാനും വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് എന്ന പൊതുമേഖലാ സ്ഥാപനവുമുണ്ട്. കൂറ്റൻ മദർഷിപ്പുകൾ അടുക്കാനാവുന്നതും അതിവേഗം വളരുകയും ചെയ്യുന്ന തുറമുഖമാണെങ്കിലും വിഴിഞ്ഞം രേഖകളിൽ എന്നെന്നും മൈനർ പോർട്ട് ആയിരിക്കും. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിലും ഉടമസ്ഥതയിലുമുള്ളവയ്ക്ക് മാത്രമേ മേജർ പദവി ലഭിക്കൂ. അല്ലാത്തടത്തോളം കാലം ഇത് മൈനറാണ്. കൊച്ചി പോർട്ട് കേന്ദ്ര നിയന്ത്രണത്തിലായതിനാൽ അത് മേജറാണ്. സംസ്ഥാന സർക്കാരുകളുടെ ഉടമസ്ഥതയിൽ ഉള്ളവയല്ലാത്തതെല്ലാം മൈനറാണ്. തുറമുഖം കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും അധികാരമുള്ള കൺകറന്റ് ലിസ്റ്റിലായതിനാൽ വിഴിഞ്ഞം തുറമുഖത്തിനായുള്ള സംസ്ഥാനതല നിയമങ്ങൾ കേന്ദ്ര പോർട്സ് ആക്ട്, മാരിടൈം ബോർഡ് ആക്ട് എന്നിവയെ അടിസ്ഥാനമാക്കി ഉള്ളതാണ്. വിഴിഞ്ഞത്തിന്റെ ശേഷി ഇല്ലെങ്കിലും കേന്ദ്രത്തിന്റെ ഉടമസ്ഥതയിൽ രാജ്യത്താകെ 13 മേജർ തുറമുഖങ്ങളുണ്ട്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, മുംബൈ, ഗോവ, മംഗളൂരു, കൊച്ചി, കൊൽക്കത്ത, ഒഡീഷ, വിശാഖപട്ടണം, ചെന്നൈ, എന്നൂർ, തൂത്തുക്കുടി, പോർട്ട് ബ്ലെയർ എന്നിവയെല്ലാം മേജർ തുറമുഖങ്ങളാണ്. മേജർ തുറമുഖങ്ങൾക്ക് കേന്ദ്ര ഫണ്ടും സ്വന്തം വരുമാനവുമുണ്ട്. കേന്ദ്ര ഉടമസ്ഥതയിലുള്ള കൊച്ചി തുറമുഖത്തെ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ ദുബായ് ആസ്ഥാനമായ DP വേൾഡിന്റെ കൈവശമാണ്. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റുമായിട്ടുണ്ടാക്കിയ കരാർ പ്രകാരമാണ് അത് പ്രവർത്തിക്കുന്നത്.